തിരിഞ്ഞ് ശിശുക്കളെ പോലെ വരണം, തിരിയണം. ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിയണം, ശിശുക്കളെ പോലെ. ശിശുക്കളുടെ പ്രത്യേകത എന്താണ്? സ്തോത്രം. ശിശുക്കളുടെ പ്രത്യേകത എന്താണ്? സ്തോത്രം. ഒന്ന്, ശിശുക്കളുടെ പ്രത്യേകത ആശ്രയിക്കുക, ആശ്രയം. സ്തോത്രം. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദവിനെ ഹവ്വയെയും ദൈവം പുറത്താക്കിയതിൻ്റെ മെയിൻ കാരണം ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്ന അവർ ദൈവത്തോടുള്ള ആശ്രയത്തിൽ നിന്ന് പുറത്തുപോയി. രണ്ടാമതാണ് അനുസരണക്കേട്. ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് ദൈവത്തെ ആശ്രയിക്കുന്നത്. യഹോവ തന്നെ ആശ്രയമായിരിക്കണം, ദൈവത്തെ ആശ്രയിക്കണം. ശിശുക്കളുടെ പ്രത്യേകത, സ്തോത്രം, അവർ ഏത് കാര്യത്തിനും അവരുടെ അമ്മയോ അപ്പനെയോ ആശ്രയിക്കും. ശിശുക്കൾ, സ്തോത്രം, എന്ന് പറഞ്ഞാൽ ആ ആശ്രയം എന്ന് പറയുന്നത് അവരുടെ നിഷ്കളങ്കതയെ കാണിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്ക് വന്നിട്ട് ശിഷ്യന്മാർ ആ പകലത്തെ ശുശ്രൂഷ സമയത്ത് പല കാര്യങ്ങൾ കാണും. ഭൂതങ്ങൾ പുറത്താക്കുന്നത്, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം കണ്ടിട്ട് രാത്രി വീട്ടിൽ വന്നിട്ട് ചോദിക്കും, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം പ്ലീസ്. കർത്താവെ ഞങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റുന്നില്ല, എന്താ കാര്യം? പിതാവ് ആരാണ് ഞങ്ങളിന്ന് കാണിച്ചു തരണം, ഞങ്ങൾക്ക് അറിയത്തില്ല. വിശ്വാസം ഒട്ടുമില്ല കർത്താവെ, വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം. എന്താ കാര്യം എന്നറിയാമോ? അവരുടെ നിഷ്കളങ്കത, അവരുടെ ദൈവത്തോടുള്ള ആശ്രയമേ അവിടെ കാണുന്നത്. നമ്മുടെ കുഴപ്പം എന്തോ? നമുക്കെല്ലാം അറിയാം, നമ്മളെ എല്ലാം അറിയാം. സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെയുള്ളവരെ കൂടെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ താഴാമോ ദൈവം തന്നെ ഉയർത്തും. ദൈവം തന്നെ കൂടെ പല കാര്യം ചെയ്യിപ്പിക്കും. ദൈവത്തിന് ക്വാളിഫിക്കേഷനും PhD ഒന്നും വേണ്ടെന്ന് ദൈവസന്നിധിയിൽ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ ദൈവം തന്നെ ഉപയോഗിക്കും. ദൈവത്തിന് ഒറ്റ കണ്ടീഷനുള്ളൂ, ദൈവം പറയുന്നത് അനുസരിക്കണം. ദൈവം പറയുന്നത് അനുസരിക്കണം. 12 പേരെ കർത്താവ് തെരഞ്ഞെടുത്തിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ പഠിപ്പീരെന്നറിയോ? ഒന്നാമത്തെ പാഠം 1. നമ്മളെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പാഠം 1 തറ പറ പന, ഇതല്ലേ? ഇവിടെ കർത്താവ് ഒന്നാമത്തെ പാഠം എന്താ കൊടുന്നറിയാമോ? ആരെ കൊണ്ടാ കുടിപ്പിച്ചെന്നറിയാമോ? യേശുവിൻ്റെ അമ്മ മറിയെ കൊണ്ട് പറയിപ്പിച്ച് പരിശുദ്ധാത്മാവ് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്തോണം. ഇതാണ് ബേസ്. ഇതുണ്ടല്ലേ നടക്കത്തുള്ളൂ. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാൻ റെഡിയാണോ, അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതാണ് ഫസ്റ്റ് പാഠം. ഇതിൻ്റെ അകത്തുനിന്ന് ബാക്കി കാര്യം മുഴുവൻ. 3.5 വർഷം കർത്താവിൻ്റെ ബൈബിൾ കോളേജിൽ പഠിച്ച 12 ശിഷ്യന്മാരെ ശ്രദ്ധിച്ചാലേ അവരിതങ്ങോട്ട് ഫോളോ ചെയ്യാൻ മടിയായിരുന്നു. വെച്ചാൽ കർത്താവ് പറഞ്ഞു എന്തു പറഞ്ഞാലും അനുസരിക്കണം എന്നാ പറഞ്ഞു അല്ലേ? പക്ഷെ ഇവരതിന് റെഡി അല്ലായിരുന്നു. ഇവർ റെഡിയായ എപ്പോഴെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് ശേഷമാണ് അത് യഥാർത്ഥമായി ഇവരിൽ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ അവർക്ക് ഭയമായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് അവർ മറ്റുള്ളവരെ ശങ്കിക്കുമായിരുന്നു, പേടിച്ചു പോയി അകത്തിരിക്കുമായിരുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന്, കർത്താവ് എന്തു പറയുന്നു അത് അനുസരിക്കണം. അപ്പം നിങ്ങളുടെ എല്ലാം മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ദാസ ഞങ്ങൾ കർത്താവ് പറഞ്ഞ 1000 വട്ടം അനുസരിക്കും. ശരിയല്ലേ? 1000 വട്ടം അനുസരിക്കും. പക്ഷെ ഒരു കാര്യം, കർത്താവ് പറയുന്ന കാര്യം നമ്മുടെ ഈ മത്തങ്ങ തലയ്ക്കകത്ത് നമ്മൾ ചിന്തിച്ചാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അനുസരിക്കാൻ മടിക്കും. ഈ യേശുവിൻ്റെ അമ്മ മറിയ വന്നിട്ട് ഈ ബാല്യക്കാരോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അവർ പറഞ്ഞാലും അനുസരിക്കാൻ റെഡിയായി, പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവരനുസരിക്കുമോ? എന്തുവാ ഗുരു പറഞ്ഞേ? ഗുരു പറഞ്ഞ എന്തുവാ? നിങ്ങൾ പോയി 40 കിലോ മുന്തിരിങ്ങ കൊണ്ടുപോവാ, പെട്ടെന്ന് ജ്യൂസ് അടിക്ക്, കോരിക്കൊണ്ട് കൊടുക്കെന്നാണോ പറഞ്ഞ്? ഇതൊക്കെ നമ്മുടെ ബുദ്ധിയിലുള്ള കാര്യമാ. പക്ഷെ യേശു പറഞ്ഞത് വഴി കാണുന്ന ആ പുറത്തിരിക്കുന്ന കൽപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ. എന്തിനെന്നൊരു ചോദ്യം അവിടെ ഇല്ല. യേശു എന്തു പറയുന്നു അതനുസരിക്കണം, എങ്കിലേ അത്ഭുതം നടക്കത്തുള്ളൂ.